പക്ഷെ കൊടുത്തിരിക്കുന്ന കവർ പിക്ക് എൻ്റെയും കല്യാണം കഴിച്ചു ഒരു ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അസൂയ കുശുമ്പം ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും. സത്യം പറയാലോ, ഞാൻ നോക്കി നിൽക്കത്തില്ല, ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും. എനിക്ക് ഓക്കെ, അനുമോൾ പറയുന്നത് ഞാൻ കേസ് കൊടുക്കുന്നതാണ്. എന്താണ് പ്രശ്നം? ആർക്കെതിരെയാണ് അനുമോൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ചത്? ക്ലിയറായി കൃത്യമായിട്ട് അനുമോൾ തന്നെ പറയുന്നുണ്ട്. അത് ഞാൻ വെച്ചുതരാം പൊന്നു പ്രേക്ഷകരെ. അതിനു മുമ്പ് രസകരമായിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ കാണണം. അതായത് നമ്മുടെ അനുമോള് ഭുവനേഷിന്റെ വീട്ടിലേക്ക് പോകുന്ന രസകരമായിട്ടുള്ള ഒരു വീഡിയോ ദൃശ്യമാണ് പൊന്നു പ്രേക്ഷകരെ. ഭുവനേഷിന്റെ അമ്മയുണ്ട്. ഒരു കുഞ്ഞു കാര്യം പറയാം, നമ്മുടെ അനുമോളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് പവർ കാണിക്കണം. ഒന്ന് ലൈക്ക് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒന്ന് പവർ കാണിക്കണം. നോക്കൂ നിങ്ങൾ, എന്തൊരു അമ്മയാണല്ലേ ഭുവനേഷിന്റെ അമ്മ. അടിപൊളി അമ്മയാണ് നമ്മുടെ അനുമോൾ. ഭുവനേഷിന്റെ വീട്ടിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഭുവനേഷിന്റെ വീട് മൊത്തത്തിൽ കാണാൻ പറ്റും. കോടീശ്വരനാണെന്നാണ് കിട്ടുന്ന വിവരം. ഭുവനേഷിന്റെ ജോലി എന്തെന്ന് അറിയത്തില്ല പൊന്നു പ്രേക്ഷകരെ. അറിഞ്ഞാൽ ഞാൻ പറയാം. ഓക്കെ, നോക്കൂ നിങ്ങൾ, നമ്മുടെ അനുമോൾ പോവുകയാണ് പൊന്നു പ്രേക്ഷകരെ. അതായത് ഒരു രോമാഞ്ചം വരുന്നുണ്ട്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇത് കാണുമ്പോൾ അനുമോളെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് ഞാൻ പേഴ്സണലി അനുമോളെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഒരാളാണ്. നോക്കൂ നിങ്ങൾ, ഭുവനേഷിന്റെ അമ്മയാണ്. അടിപൊളി അമ്മയാണ്. അനുമോൾക്ക് നല്ല സ്നേഹമാണ്. ഒരു കുഞ്ഞു കാര്യം കൂടി പറയാം. അതായത് ഇതിനു മുമ്പും അനുമോൾ ഈ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അതായത് നിരവധി തവണ അനുമോള് ഭുവനേഷിന്റെ വീട്ടിലേക്ക് ഇതിനു മുമ്പും പോയിട്ടുണ്ട്. അതായത് ഭുവനേഷും അനുമോളും പ്രണയ വിവാഹമാണ് എന്നാണ്, ചുരുങ്ങിയ കാലം കൊണ്ട് പ്രണയത്തിലായിരുന്നു എന്നാണ് കേൾക്കുന്ന വിവരം. ഓക്കെ, ഇല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഈ പറയുന്ന തമിഴനെയൊക്കെ അനുമോൾ സെലക്ട് ചെയ്യോ? അതായത് നിലവിൽ കിട്ടുന്നത് വിവരം പൊന്നു പ്രേക്ഷകരെ, കുറെ പേര് കമന്റ് ഇട്ട് പറയുന്നത് നല്ലൊരു ചെക്കനാണെന്നാണ്. അതായത് ലുക്ക് കൊണ്ട് വേറെ ലെവലാണ്. അനുമോൾക്ക് മാച്ചാണ്. കുറെ പേർക്ക് അസൂയാണ്. അതായത് 4 വയസ്സിന് ചെറുതാണ് ചെക്കൻ അനുമോളെക്കാല്. അത് കുറെ പേർക്ക് പിടിച്ചിട്ടില്ല. എന്ത് പറയാനാണ്, അനുമോളുടെ ഭാഗ്യം ഇങ്ങനെ ഒരു ചെക്കന് കിട്ടിയത്. ആ ചെക്കന്റെ ഭാഗ്യമാണ്. നോക്കുന്ന രസകരമായിട്ടുള്ള മറ്റൊരു വീഡിയോ ദൃശ്യമാണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് പൊന്നു പ്രേക്ഷകരെ. ഞാൻ ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് പിടിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും വല്ലാത്തൊരു മൂഡാണ് ഇത് കാണുമ്പോൾ പൊന്നു പ്രേക്ഷകരെ. അനുമോളെ സ്നേഹിക്കുന്നവർക്ക് തന്നെ ഇത് രോമാഞ്ചമായിട്ട് തോന്നത്തുള്ളൂ. ഒരു കുഞ്ഞു കാര്യം കൂടി പറയാം. അതായത് ഈ പറയുന്ന തങ്കച്ചനെ അനീഷിനെ ഒന്നും കമ്പയർ ചെയ്തിട്ട് അനുമോൾക്ക് നെഗറ്റീവ് കമന്റ് ആരും ഇടാതിരിക്കുക. വളരെ വളരെ രസകരമായിട്ടുള്ള വീഡിയോ ദൃശ്യമാണ് പൊന്നു പ്രേക്ഷകരെ നമ്മൾ കണ്ടത്. എന്നാൽ ഇനി എന്താണ് അനുമോളുടെ പ്രശ്നം? അനുമോൾ തന്നെ പറയുന്നുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. കുറേ ഒരുപാട് പേര് എന്താ പറയണ്ടേ, ഭുവനെ ഒരുപാട് പേര് കമൻസിൽ മലയാളത്തിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഭുവൻ സൂപ്പറാണ്, കാണാൻ ക്യൂട്ടാണ്, നന്നായിട്ടുണ്ട് എന്നൊക്കെ. ഓക്കെ, അതിന്റെ കൂടെ നെഗറ്റീവും ഇടുന്നുണ്ട് കുറച്ച് പേര്. അതാരാ ഒരു പണിയില്ലാത്ത പറയണം. രാവിലെ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു കാര്യം പറയട്ടെ ബുവ, ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് കുറച്ച് മുമ്പ് അറിഞ്ഞില്ല അല്ലേ? അല്ല, ഇന്ന് രാവിലെ എൻ്റെ ചേച്ചി എനിക്കൊരു അതുണ്ട്. എന്നിട്ട് ഫോൺ ഇവിടെ കാണിച്ചു കൊടുക്കാം. ഡിലീറ്റ് ചെയ്താ? ഡിലീറ്റ് ചെയ്താ? അവ ഡിലീറ്റ് ചെയ്താ? അല്ല, സ്ക്രീൻഷോട്ട് ഉണ്ട് എൻ്റെ. ഒരാള് എൻ്റെയും ഭുവൻ്റെയും ക്യാപ്ഷൻ കൊടുത്ത് അനുമോൾ വിഭാഗത്തെ ഇങ്ങനെ ഭയങ്കര ക്യാപ്ഷനും കാര്യങ്ങളും അതിന് താഴെ ഞങ്ങളെപ്പറ്റി ഭയങ്കര നല്ല വർണ്ണിച്ചിട്ടിരിക്കുന്നു. പക്ഷെ കൊടുത്തിരിക്കുന്ന കവർ പിക്ക് എൻ്റെയും വേറൊരാളുടെ പിക്ക്. എന്നിട്ട് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ ഞാനും ഭുവൻ്റെയും കല്യാണ ഫോട്ടോ. എന്ത് വൃത്തികളാണോ കാണിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ എന്താ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കല്യാണം കഴിച്ചു ഒരു ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ച് പോകുമ്പോൾ നിങ്ങൾ ഈ അസൂയയും കുശുമ്പൊക്കെ ആയിട്ടുള്ള ആൾക്കാർ എന്ത് വൃത്തിയുടെ കാണിക്കുന്നത്? എനിക്ക് മനസ്സിലായി. എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങൾ ഈ ചെയ്യുന്ന ആൾക്കാർ പലരുടെയും ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വേണമെന്നും സമാധാനം വേണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനൊരിക്കലും വേറൊരാളുടെ ജീവിതത്തിൽ മോശം വരണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി കമൻ്റ് ഇടുകയോ ഞാൻ പോയി അവരുടെ ജീവിതം നശിപ്പിക്കാനോ ഞാൻ പോകാറില്ല. കാരണം എനിക്ക് നല്ല സന്തോഷം സമാധാനവും ഉണ്ട് എന്നുള്ള ഒറ്റ ഇതാണ്. പിന്നെ 2, ഇന്നിപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറേ കമൻസുകൾ കണ്ടു. എത്ര നാളത്തേക്കാണോ എന്തോ, എന്നാന്തോ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത്, പിന്നെ തമിഴനായതുകൊണ്ട് കാശും കൊണ്ട് മുങ്ങിക്കളി, അങ്ങനെയുള്ള കുറേ കമൻസുകൾ ഞാൻ കണ്ടു. പക്ഷെ എനിക്കിതൊന്നും കണ്ടിട്ട് ഞാനത് കെയർ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടുന്ന കുറച്ച് ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ.
അപ്പോൾ അവരെ പറഞ്ഞിട്ട് അവർ നന്നാവാനും പോകുന്നില്ല. കാരണം ഞാൻ എപ്പോഴും ഈ നെഗറ്റീവ് കമൻറ്റ് കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒറ്റൊരു കാര്യമുള്ളൂ, എനിക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, എനിക്ക് എല്ലാം ഉണ്ട് അല്ലേ, സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുന്ന വ്യക്തികളെന്ന് പറയുമ്പോൾ ഒരു ജോലി ഇല്ലാണ്ടിരിക്കുന്നവരാണ്, ഫ്രസ്ട്രേഷൻ കൊണ്ട് ജീവിതം മുട്ടിയിരിക്കുന്നവരാണ്, ഒന്നും ജീവിക്കാൻ പറ്റാതെ വീട്ടിലിങ്ങനെ ജോലിക്കും പോകാണ്ട് ജോലിയില്ല, കയ്യിൽ കാശും ഇല്ലാതെ വെറുതെ ചൊറിയും കുത്തിയിരിക്കുന്ന ആൾക്കാരാണ് ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ. ഇന്നല്ല ഞായുടെ അക്കൗണ്ടിൽ പോയി ഇങ്ങനെ നെഗറ്റീവ് കമൻ്റ് ഇട്ടാലും ആദ്യം വിചാരിക്കേണ്ട കാര്യം, വിഷമിക്കാൻ പോകരുത്, ആദ്യം വിചാരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ചൊറിയന്മാർ ഒരു പണി ഇല്ലാതിരിക്കുന്നത്. അതിനിപ്പോൾ റിയൽ അക്കൗണ്ട് ആണെങ്കിൽ പോലും കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കാം അവരുടെ ലൈഫിൽ അവരുടെ കുടുംബത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണ് മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, അസൂയ കുശുമ്പ് ഉണ്ടാവും. അത് തന്നെയാണ്. എനിക്ക് പറഞ്ഞിട്ടില്ല. ഇന്ന് ഫേസ്ബുക്കിൽ ഒരാൾ കിട്ടുന്നപ്പോൾ ഞാൻ നമ്പർ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്, ഞാൻ വിളിച്ച് കണ്ട് കൊടുത്തിട്ടുണ്ട്, നല്ലത്. അപ്പോൾ ഇനി ആരൊക്കെ എന്താ കിട്ടാലും എനിക്കത് പ്രശ്നം. പക്ഷെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ ഞാൻ റിപ്പോർട്ട് അടിക്കും, ഇല്ലെങ്കിൽ ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും. സത്യം പറയാലോ, ഞാൻ നോക്കി നിൽക്കത്തില്ല, ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും. എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചാൽ ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും. ഓക്കെ, ഒരു കാര്യം പറയാം, എന്തൊക്കെ പോസ്റ്റ് ഞാൻ കണ്ടു പൊന്നു പ്രേക്ഷകരെ. അനുമോളെ വളരെ വളരെ മോശമാക്കിയിട്ട് പറയുകയാണ്. അനുമോളെയും ആ തങ്കച്ചന്റെ ഫോട്ടോ വെച്ചിട്ട് വളരെ മോശമായിട്ട് എഴുതുകയാണ്. ഇവർക്കൊക്കെ ആരാണ് ലൈസൻസ് കൊടുത്തത്? അനുമോളോട് പറയുകയാണ് അത്തരത്തിൽ വൃത്തികേട് ചെയ്യുന്ന എല്ലാവർക്കെതിരെ കേസ് കൊടുക്കണം. അതായത് ഒരു സിമ്പിളായിട്ട് ട്രോളാണ്, ട്രോൾ ഉണ്ടാന്ന് പറയുന്നില്ല, സിമ്പിളായിട്ട് നെഗറ്റീവ് പറയാം, നെഗറ്റീവ് പറയേണ്ട രീതിയിൽ ഇത് വളരെ മോശമാക്കിയിട്ട് പറയുകയാണ്. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, അനുമോളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. നമുക്ക് ഇനി അനുമോളുടെയും ഭുവന്റെയും കുറച്ച് കഥകൾ കേൾക്കാം. മേക്കപ്പാ, ഞാൻ ഇച്ചിരി ലൈറ്റ് ആയിട്ട് മേക്കപ്പ് ഇട്ട് എന്റെ പിമ്പിൾ കണ്ട അതുപോലും കാണാൻ പറ്റുന്നത്, അതുകൊണ്ട് മനസ്സിലായി ഞാൻ വളരെ ലൈറ്റായിട്ട് റിസപ്ഷനിൽ അത് റീൽസിന് നീയോ ഓഹോ, ഞാൻ ഇങ്ങനെയാ പുള്ളി പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്നത്. എന്നെ കുറ്റം പറയാൻ എന്തിനാ? എല്ലാ ഫോട്ടോഗ്രാഫർമാരും പറയുന്ന പോലെ ഞാൻ ചെയ്യാം. അതെ പറഞ്ഞോ ഫേസ് പാത്ത് ബോറടിക്കുന്നു. ഒരു 17 ഷൂട്ട് നമ്മൾ ചെയ്തു, 17 ഒരു 10-20 ഷൂട്ട് ചെയ്തു. ബ്രൈറ്റ് ടു ബി 2 ട്രഡീഷണലും വെസ്റ്റേൺ, പ്രീ വെഡിങ് ട്രഡീഷണലും വെസ്റ്റേൺ, പിന്നെ ഹൽദി, മെഹന്തി, ക്രിസ്ത്യൻ ബ്രൈഡൽ, പിന്നെ വീണ്ടും നമ്മൾ വീട്ടിനകത്ത് വെച്ച് ഇവിടെ ഫ്ലാറ്റിൽ വെച്ചിട്ട് ഒരു സംഭവം ചെയ്തു, ഗ്രൂം ടു ബി ചെയ്തു. ഇതിലെല്ലാത്തിനും എപ്പം നോക്കിയത് അത് ഡെയിലി നടന്നുകൊണ്ടിരിക്കുമല്ലേ, ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതാണ് എനിക്കും ബോറടിച്ച് പാത്ത് മീശ താടി എടുത്തോളാം, അപ്പോൾ വേറൊരു ലുക്കാവും. പിന്നെ മേക്കപ്പ് എന്നെ എന്താ പറഞ്ഞ മേക്കപ്പ് ഞാൻ ഇട്ടിരിക്കുന്നത്, അവനും മേക്കപ്പ് ചെയ്തിരിക്കും, ഞാനാ മേക്കപ്പ് ചെയ്തിരിക്കും. ഓക്കെ, കാണാൻ വളരെ വളരെ രസകരമാണ്. ബാക്കിയും കൂടി കാണാം. അതാ എന്നെ അവിടെ ചേട്ടനൊക്കെ ഇന്ന് നോക്കി ചിരിക്കുന്നു. ചേട്ടനൊക്കെ കല്യാണം കണ്ടിട്ട് നോക്കി ഇത്ര ദിവസം ചിരിക്കാത്ത ചേട്ടൻ ഇന്ന് ചിരിക്കുന്നു. ഇന്ന് കിട്ടിയ ഡ്രസ്സാ കേട്ടോ, കാണോ? ഞാൻ ചാടിത്തരാം. എടുത്തോണ്ടേ, കിട്ടുന്നത് എടുത്തോണ്ടേ, പോസ്റ്റ് ചെയ്തോണ്ടേ. എൻ്റെ കൂടെ മുഖത്ത് പറ്റിയ ഇതൊന്നും വരല്ലേ പോവാ, ഫോട്ടോ ചേട്ടാ ലൈവായിട്ട് എടുത്ത് പോവാ. ഓക്കെ, ഞാൻ എൻ്റെ മുഖത്ത് ഫുൾ എക്സ്പ്രഷനെ പോവാന് വെയിറ്റ് ആണെങ്കിലും ആ സൗണ്ട് ഉള്ളിലിട്ടോ, പക്ഷെ മുഖത്ത് അത് എന്നിട്ട് നമ്മൾ കാണിക്കുന്ന എന്തുവാ അത്രയ്ക്ക് ഇതൊന്നും വെയിറ്റ് ഇല്ല. പിന്നെ എന്തുവാ ഗുരുവായൂർ വെച്ച് ഞാൻ എടുപ്പിക്കാൻ നോക്കിയതാ, പിന്നെ ആൾക്കാരെ മുന്നിൽ വെറുതെ കാശ് ഓവർ ആവല്ല പ്ലീസ്. എടുത്തോ, എന്നെ നോക്കിയാണ് എടുക്കാൻ, എന്നെ നോക്ക്. എടുത്തോ ചേട്ടാ. ജിമ്മി പോണ്ട. എടുത്തു ചേട്ടാ, കറക്ക്. എന്റെ പൂവെടുത്ത് ആദ്യമായിട്ടാണ് പൂവൻ എടുക്കുന്നത്. ഇല്ല പറ്റും
ആ ഹെയർ ഒന്ന് സൈഡാക്കിയിടോ, ജസ്റ്റ് ഒന്ന് കുറച്ച് സൈഡാക്കിയിട്ട് എന്നിട്ട് ഒന്നുകൂടെ കൊടുക്കും. ഹെയർ ഫേസ് മാറും. ഓക്കെ ഓക്കെ, റെഡി റെഡി 3 2 1 ഓക്കെ. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഭുവനേഷിന്റെ വീടുമായിട്ട് അനുമോൾക്ക്, അതായത് അനുമോൾ മുമ്പ് തന്നെ അങ്ങോട്ട് പോയിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ദൃശ്യം. ഭുവൻ അവിടുന്ന് ട്രിവാൻഡ്രം ഇപ്പൊ വന്നിട്ട് എനിക്ക് തോന്നുന്നു ജൂൺ ജൂലൈ ഓഗസ്റ്റ് ജൂണിലാണ് ഇവിടെ വരുന്നത്. നമ്മൾ ജൂണിൽ വന്നു. അപ്പം അന്ന് മുതൽ ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ വരാറൊക്കെ ഇല്ല. അതുകൊണ്ട് എനിക്കിത് വലിയ ബുദ്ധിമുട്ടില്ല. മീൻസ് വലിയ പുതുമയുള്ള കാര്യമല്ല. എനിക്ക് ഇവിടുത്തെ മുക്കും മൂലം എനിക്ക് നന്നായിട്ട് എല്ലാം എനിക്ക് നന്നായിട്ട് ഞാൻ ഇവിടെ കുക്കിയൊക്കെ ചെയ്യും. പുള്ളിക്കാരന് ഞാൻ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പം ഞാനല്ലേ പുള്ളിക്ക് ഗ്യാസ് ഉണ്ടായിരുന്നു, അതുവരെ ഞാൻ ഇങ്ങനെ അതാണ് ഉദ്ദേശിച്ചത്. ഗ്യാസ് മീൻ മറ്റേ ഇത് ഏമ്പക്കം. അത് പുള്ളി അവിടുത്തെ കുക്ക് ചെയ്യുമ്പോൾ ചെന്നൈയിലെ ഈ നമ്മുടെ തമിഴ്നാട് കറി പൗഡറൊക്കെ ഭയങ്കര ഇത് ഏത് ക്യാമറയിൽ നോക്കണം, രണ്ടും വെച്ചിട്ടുണ്ട്. ഇതല്ലേ അവിടുത്തെ കറി പൗഡർ എന്ന് പറയുമ്പോൾ വേറൊരു മസാല കൂട്ടാണ്. അത് കഴിക്കുമ്പോൾ ഭുവൻ ഫോൺ വിളിക്കുമ്പോൾ അനു ഞാനിപ്പോൾ ഇങ്ങനെ പിന്നെ അപ്പോൾ ഇത് എന്തോ ഒരു ടേസ്റ്റ് തോന്നാറുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടോ, ഇവിടെ വന്ന് ഫുഡ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഫുഡ് പക്ഷെ അങ്ങനെ ഇല്ലല്ലേ. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, അപ്പോൾ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ഓക്കെ ബൈ.